നമ്മളിപ്പോൾ കാണുന്നത് അത് അമേരിക്കൻ ഇറാൻ്റെ തീരത്ത് നിൽക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകളിൽ നിന്നുള്ള ആക്രമണമാണ്. ഇത് അമേരിക്കൻ സെൻട്രൽ കമാൻഡ്, അമേരിക്കയുടെ സൈന്യത്തിൻ്റെ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അതായത് അമേരിക്ക നേരിട്ട് അത് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ തുടങ്ങിയതാണ് ഈ ആക്രമണം. നമുക്ക് കാണാം, അത് പകൽ തന്നെ നടത്തിയ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ്. അവർ മിസൈൽ ആക്രമണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എന്ന് യുദ്ധത്തിന്റെ അതിഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട ദൃശ്യമാണ് നമുക്ക് മുൻപിലേക്ക് ഇപ്പോൾ എത്തുന്നത്. അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾ അത് നേരത്തെ തന്നെ ഈ യുദ്ധത്തിലേക്ക് ഈ സാഹചര്യം കടന്നു പോകുന്നു എന്നതിൻ്റെ, അല്ലെങ്കിൽ അതിന് സൈനിക സംവിധാനങ്ങളും ശേഷിയൊക്കെ കൂടുതൽ അണിനിരത്തുന്നതിൻ്റെ ആദ്യ കാഴ്ചയായിരുന്നു ഈ കപ്പലുകളൊക്കെ അണിനിരുന്നത്. ഇപ്പോൾ അവിടെ നിന്നുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇറാനിൽ അമേരിക്ക നടത്തിയിട്ടുള്ള ദൃശ്യങ്ങൾ, US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. അമേരിക്കയുടെ പടക്കപ്പലുകളിൽ നിന്നും ഉണ്ടാകുന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്. അങ്ങനെ അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ അമേരിക്കയും കൂട്ടുചേർന്ന് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിന് പുറത്തേക്ക് അമേരിക്ക യുദ്ധത്തിൽ പങ്കാളികളാകുന്നതിന്റെ നേർസാക്ഷ്യം ദൃശ്യങ്ങളാണിപ്പോൾ ലോകത്തിന് മുൻപിലേക്ക് എത്തുന്നത്. US സെൻട്രൽ കമാൻഡ് തന്നെയാണ് ഈ ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. തങ്ങളെ ഇറാൻ ആക്രമിച്ചതിൽ, തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു ഡാമേജും ഒന്നും തന്നെ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എന്നുൾപ്പെടെയുള്ള വിശദീകരണവും നേരത്തെ അമേരിക്ക നൽകുന്നതും നമ്മൾ കണ്ടിരുന്നു. ഇങ്ങനെ പേടിപ്പെടുത്തുന്ന, ഭീതിതമായിട്ടുള്ള, ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു നമുക്ക് മുൻപിലേക്ക് എന്നുള്ളതാണ്.